രാഹുൽ ഗാന്ധിയുടെ വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തിൽ മൗനം പാലിച്ച് പ്രധാനമന്ത്രി ബംഗളൂരുവിൽ നടന്ന പരിപാടികളിൽ ഒരിടത്തും വിവാദത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടില്ല. ഓപ്പറേഷൻ സിന്ദൂറിൽ ഊന്നിയായിരുന്നു നരേന്ദ്രമോദിയുടെ പ്രസംഗം. വിവരങ്ങളുമായി ആസിഫ് മുഹമ്മദ് ചേരുകയാണ്. ആസിഫ്, എന്താണെങ്കിലും ഒരു പൊതുപരിപാടിയിൽ ഇത്ര വലിയൊരു ആരോപണം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ശേഷം നരേന്ദ്രമോദി പങ്കെടുക്കുന്ന ഒരു വലിയ ജനസമക്ഷത്തെ അഭിമുഖീകരിക്കുന്ന പരിപാടിയാണ് ഇന്ന് നടന്നതൊക്കെയും. അതിലൊക്കെ ഇത് സംബന്ധിച്ചുള്ള ഒരു പ്രതികരണം നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒന്നും ഉണ്ടായില്ല. എന്തൊക്കെയാണ് പ്രധാനമന്ത്രി അതല്ലാതെ പറഞ്ഞു വെച്ച കാര്യങ്ങൾ, പ്രധാനമന്ത്രിയുടെ രീതികൾ, അതൊക്കെ എന്തായിരുന്നു ഇന്നത്തേത്? തീർച്ചയായും ഇന്ന് ബംഗളൂരുവിൽ നടക്കുന്ന പരിപാടിയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ട് മോഷണവുമായി ബന്ധപ്പെട്ടുള്ള ആരോപണത്തിൽ പ്രധാനമന്ത്രി മറുപടി പറയും, അല്ലെങ്കിൽ സൂചനകൾ നൽകും എന്ന് തന്നെയായിരുന്നു എല്ലാവരും കാത്തിരുന്നത്. അത്തരത്തിൽ ഇന്ന് പ്രധാനമന്ത്രി മറുപടി പറഞ്ഞേക്കുമെന്നുള്ള വിവരങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ എന്നാൽ ആ ഒരു വിഷയത്തെക്കുറിച്ച് യാതൊരു തരത്തിലുമുള്ള പരാമർശം പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. പൂർണ്ണമായും ആ വിഷയത്തിൽ മൗനം പാലിച്ചുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി മുന്നോട്ട് പോയത്. ബംഗളൂരുവിൽ ഇന്ന് 3 പരിപാടികളായിരുന്നു പ്രധാനമന്ത്രിക്ക് ഉണ്ടായിരുന്നത്. വന്ദേ ഭാരതിൻ്റെ ഫ്ലാഗ് ഓഫ്, അതുപോലെ തന്നെ മെട്രോയുടെ 2ാം ഘട്ടം ഉദ്ഘാടനം, 3ാം ഘട്ടം തറക്കല്ലിടൽ. ഈ 3 പരിപാടികളിൽ സംസാരിച്ച സമയത്തും ഈ ഒരു വിഷയത്തിൽ ഒരു തരത്തിലും പ്രതികരണങ്ങൾ നടത്താൻ പ്രധാനമന്ത്രി തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഓപ്പറേഷൻ സിന്ദൂരിൽ ഊന്നിക്കൊണ്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗം എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഏതായാലും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണം അത് സജീവ ചർച്ചയായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. പാർലമെന്റിന്റെ അകത്തും പുറത്തും വലിയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാൻ കോൺഗ്രസ് ഒരുങ്ങുന്ന സമയമാണ്. പക്ഷേ ആ ആരോപണങ്ങളിൽ മൗനം പാലിക്കുക എന്ന ഒരു നിലപാട് തന്നെയാണ് പ്രധാനമന്ത്രി ഇപ്പോഴും നിലനിർത്തുന്നത്. അതേസമയം രാഹുൽ ഗാന്ധി നുണ പറയുകയാണ് എന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് BJP അടക്കമുള്ള മറ്റ് നേതാക്കൾ മുന്നോട്ട് പോകുന്നത്. ഏതായാലും പ്രധാനമന്ത്രി ഇതിൽ മൗനം പാലിക്കുന്ന നിലപാടാണ് ഇപ്പോഴും പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ പാർലമെന്റിലടക്കം വിഷയം ഉന്നയിക്കുന്ന സമയത്ത് പ്രധാനമന്ത്രിക്ക് മറുപടി പറയേണ്ടി വരുമെന്നുള്ളതാണ് കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഊന്നി കാണിക്കുകയും ചെയ്യുന്നത്. തീർച്ചയായും ആസിഫ, മറുപടി പറഞ്ഞേ മതിയാകൂ എന്ന് അന്ന് തന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞതാണ്. മറുപടി പ്രതീക്ഷിക്കാം.